പ്രപഞ്ചത്തിലെ നക്ഷത്രവീഥികളിൽ ഏറ്റവും കൗതുകകരമായ ഒന്നാണ് മകയിരം. മൃഗശീർഷമെന്ന് സംസ്കൃതത്തിൽ വിളിക്കപ്പെടുന്ന ഈ നക്ഷത്രം അന്വേഷണത്തിന്റെയും ചടുലതയുടെയും പ്രതീകമാണ്. ഒരു മാനിന്റെ തലയോട് സാമ്യമുള്ള ആകൃതി ഈ നക്ഷത്രത്തിന് നൽകിയിരിക്കുന്നത് വെറുതെയല്ല. എപ്പോഴും പുതിയ പുൽമേടുകൾ തേടി ഓടുന്ന മാനിനെ പോലെ ജീവിതത്തിൽ പുതിയ അറിവുകളും അനുഭവങ്ങളും തേടി അലയുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. 2026 എന്ന പുതിയ വർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ജനുവരി മാസം മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കലണ്ടർ മാറ്റമല്ല, മറിച്ച് അവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന തടസ്സങ്ങളും മാനസികമായ സംഘർഷങ്ങളും ഒരു പരിധിവരെ കെട്ടടങ്ങുന്ന കാഴ്ചയാണ് 2026 ആദ്യ മാസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മകയിരം നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തിയിലും വാക്ചാതുര്യയിലും മുന്നിട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും ലക്ഷ്യത്തിലെത്തുന്നതിന് തൊട്ടു മുൻപ് മനസ്സ് ചഞ്ചലമാകുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. എന്നാൽ 2026 ജനുവരിയിൽ പ്രപഞ്ചശക്തികൾ നിങ്ങൾക്ക് നൽകുന്നത് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്താണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന വിത്തുകൾ വരും വർഷത്തിൽ വലിയ ഫലങ്ങൾ നൽകുന്ന വൃക്ഷങ്ങളായി വളരുമെന്ന കാര്യത്തിൽ സംശയമില്ല. നക്ഷത്രനാഥനായ ചൊവ്വയുടെ ഊർജവും രാശിനാഥന്മാരായ ശുക്രന്റെയും ബുധന്റെയും സ്വാധീനവും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ മാസം സവിശേഷമായ മാറ്റങ്ങൾ കൊണ്ടുവരും. ആത്മവിശ്വാസം വർദ്ധിക്കുകയും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ കഴിവ് അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുകയും ചെയ്യും. തിരയുന്നവനെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന തത്വം മകയിരം നക്ഷത്രക്കാരുടെ കാര്യത്തിൽ ഈ മാസം അന്വർത്ഥമാകും. ജോലിയിലായാലും സാമ്പത്തിക കാര്യത്തിലായാലും സ്തംഭിച്ചു നിന്നിരുന്ന പല സംഗതികളിലും വേഗത കൈവരിക്കുന്ന ഒരു ആക്സിലറേഷൻ പീരീഡായി ജനുവരി മാസം മാറുകയാണ്. ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്റെ കരിയർ സുരക്ഷിതമാണോ? മുടങ്ങിക്കിടന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും തുറക്കപ്പെടുമോ? പ്രണയത്തിലും ദാമ്പത്യത്തിലും സന്തോഷം നിലനിൽക്കുമോ? ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടാനുണ്ടോ? ഇങ്ങനെ നീളുന്ന ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരങ്ങളാണ് ഈ മാസം നിങ്ങൾക്ക് നൽകുന്നത്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ ജനുവരി ഒരു റിസൾട്ട് മാസം കൂടിയാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ നടത്തിയ കഠിനാധ്വാനത്തിന്റെ ആദ്യഘട്ട ഫലങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണിത്. ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായി വ്യാപിച്ചു കിടക്കുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഒരേ സമയം പ്രായോഗിക ബുദ്ധിയും സർഗാത്മക ചിന്തയും കൈമുതലായുണ്ട്. ഈ രണ്ടു ഗുണങ്ങളെയും സമന്വയിപ്പിച്ച് എങ്ങനെ 2026 ജനുവരി മാസത്തെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നാക്കി മാറ്റാമെന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഭാഗ്യത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെടുമ്പോൾ അതിലൂടെ ആത്മവിശ്വാസത്തോടെ നടന്നു കയറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ആ വലിയ മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെറിയ മുൻകരുതലുകളെക്കുറിച്ചും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഒരു മാനിന്റെ വേഗതയോടെയും സിംഹത്തിന്റെ കരുത്തോടെയും ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ മകയിരം നക്ഷത്രക്കാരെ പ്രാപ്തരാക്കുന്ന ഈ ജനുവരി മാസഫലം നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു വഴികാട്ടിയാവട്ടെ. ഇനി നമുക്ക് ഓരോ മേഖലയിലുള്ള വിശദമായ ഫലങ്ങളിലേക്ക് കടക്കാം. തൊഴിൽ രംഗത്ത് ഈ മാസം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കും. ദീർഘകാലമായി കാത്തിരുന്ന പ്രൊമോഷൻ അല്ലെങ്കിൽ സ്ഥലമാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മിഥുനക്കൂറിൽ വരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുകൂല ഭാവം ഉള്ളതിനാൽ പുതിയ തൊഴിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. സഹപ്രവർത്തകരിൽ നിന്നും പൂർണ്ണ പിന്തുണ പ്രതീക്ഷിക്കാം. എങ്കിലും രഹസ്യ ശത്രുക്കളെ കരുതിയിരിക്കണം. നിങ്ങളുടെ ആശയങ്ങൾ മറ്റുള്ളവർ മോഷ്ടിക്കാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജനുവരി 2ാം വാരത്തിന് ശേഷം മികച്ച അവസരങ്ങൾ വന്നെത്തും. അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. സാമ്പത്തികമായി ഈ മാസം പുരോഗതിയുടെ കാലമാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കും. കുടുംബസ്വത്തോ ഓഹരി വിപണിയിൽ നിന്നുള്ള ലാഭമോ നിങ്ങളെ തേടിയെത്തിയേക്കാം. വരവ് വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ചെലവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾക്കോ വീട് നവീകരണത്തിനോ വേണ്ടി പണം ചെലവാകും. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഭൂമിയിലോ സ്വർണത്തിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മാസം ഉചിതമാണ്. എന്നാൽ വലിയ തുകകൾ ബിസിനസ്സിൽ നിക്ഷേപിക്കുമ്പോൾ വിദഗ്ധോപദേശം തേടുന്നത് നന്നായിരിക്കും. നിലവിലുള്ള കടങ്ങൾ തിരിച്ചടയ്ക്കാൻ സാധിക്കും. പുതിയ വായ്പകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമാണിത്. ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. മുൻപുണ്ടായിരുന്ന പിണക്കങ്ങൾ മാറി ഒന്നിക്കാനുള്ള അവസരമുണ്ടാകും. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ദൂരയാത്രകൾ ദമ്പതികൾക്കിടയിൽ ആത്മബന്ധം വർദ്ധിപ്പിക്കും. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. വിവാഹകാര്യത്തിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടുകാരുടെ സമ്മതം ലഭിക്കാൻ ഈ മാസം പ്രയോജനപ്പെടുത്താം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ അനുഗ്രഹവും പിന്തുണയും എപ്പോഴും കൂടെയുണ്ടാകും. സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുക. കുട്ടികളുടെ പഠനകാര്യത്തിലും ഉന്നതിയിലും നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. അവരുടെ ആരോഗ്യകാര്യത്തിൽ നേരിയ ശ്രദ്ധ ആവശ്യമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസം അസ്ഥി സംബന്ധമായ വേദനകളോ പേശിവേദനയോ അനുഭവപ്പെട്ടേക്കാം. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുക. പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദത്തിന് കാരണമായേക്കാം. യോഗ, ധ്യാനം എന്നിവ ശീലിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കുടുംബത്തോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. നക്ഷത്രദേവനായ ചന്ദ്രനെയും അധിപനായ ചൊവ്വയെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. വീട്ടിൽ ഗണപതി ഹോമമോ ഭഗവതി സേവയോ നടത്തുന്നത് ഐശ്വര്യം കൊണ്ടുവരും. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നത് ചൊവ്വയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുന്നത് പുണ്യം നൽകും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ്. വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നടപടികളിൽ പുരോഗതി ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ വേദികൾ ലഭിക്കുകയും പ്രശസ്തി കൈവരികയും ചെയ്യും. ചൊവ്വയുടെ നക്ഷത്രമായതിനാൽ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങളെ ബാധിക്കാതെ നോക്കണം. പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുമ്പോൾ 2 തവണ വായിച്ചു നോക്കുക. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് കോടതി കേസുകൾക്കോ നിയമപരമായ പ്രശ്നങ്ങൾക്കോ കാരണമായേക്കാം. ഇടവക്കൂറിൽ വരുന്ന മകയിരം 1-ാം പാദക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ കൂടുതലായി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ഇടവക്കൂറിൽ വരുന്ന മകയിരം 2-ാം പാദക്കാർക്ക് ജോലിയിൽ സ്ഥാനമാറ്റത്തിന് സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. മിഥുനക്കൂറിൽ വരുന്ന മകയിരം 3-ാം പാദക്കാർക്ക് കരിയറിൽ വലിയ കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അനുയോജ്യം. മിഥുനക്കൂറിൽ വരുന്ന മകയിരം 4-ാം പാദക്കാർക്ക് ബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതയുണ്ടാകും. ആത്മീയമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലഭിഷേകം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുക. ശനി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കും. മകയിരം നക്ഷത്രത്തിന്റെ മന്ത്രമായ ഓം ചന്ദ്രമസേ നമഃ എന്ന മന്ത്രം ദിവസവും ജപിക്കുക. ദിവസവും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരം നൽകുന്നത് ഗ്രഹദോഷങ്ങൾ മാറാൻ സഹായിക്കും. സുബ്രഹ്മണ്യ ഭജനം, വ്യാഴാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ചൊവ്വയുടെ ദശാകാലത്ത് ദോഷപരിഹാരങ്ങൾ ചെയ്യുക. പവിഴം ധരിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും. ചുവപ്പ് നിറം ഭാഗ്യനിറമായി കണക്കാക്കപ്പെടുന്നു. നക്ഷത്രദേവനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. സൗമ്യതയും അന്വേഷണ ത്വരയും ഒത്തുചേർന്ന സവിശേഷ വ്യക്തിത്വമാണ് മകയിരം നക്ഷത്രക്കാരുടേത്. ബുദ്ധിശക്തിയും കലാപരമായ കഴിവുകളും ഇവരുടെ മുതൽക്കൂട്ടാണ്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ഈശ്വരാനുഗ്രഹത്തിലൂടെയും ഇവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ശരിയായ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അച്ചടക്കം പാലിക്കുകയും ചെയ്താൽ സന്തോഷകരവും സമൃദ്ധവുമായ ഒരു ജീവിതം നയിക്കാൻ മകയിരം നക്ഷത്രക്കാർക്ക് കഴിയും. 2026 ജനുവരി മാസം മകയിരം നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പുതിയ തുടക്കങ്ങളുടെയും മാസമാണ്. ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ബുദ്ധിശക്തിയും ക്ഷമയും കൊണ്ടവയെ മറികടക്കാൻ സാധിക്കും. കൃത്യമായ ആസൂത്രണത്തോടെ നീങ്ങിയാൽ സാമ്പത്തികമായും തൊഴിൽപരമായും മികച്ച നേട്ടങ്ങൾ ഈ മാസം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ആരോഗ്യകാര്യത്തിലും സംസാരത്തിലും അല്പം നിയന്ത്രണം പാലിക്കുന്നത് ജീവിതം കൂടുതൽ സന്തോഷകരമാക്കും.